ഇവിടെ ഒന്നാമത്തെ കാര്യം പെട്ടപ്പാട് അതൊന്നാലും ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഇവിടെ ചേട്ടൻ്റെ വീട് രണ്ട് പിള്ളേരും ആ 2 പിള്ളേർക്ക് ഇപ്പൊ പഠിക്കാനൊന്നും പോകാൻ പറ്റില്ല. അവിടുത്തെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒഴുകി പോയി. ഇവിടുത്തെ 3-4 വീട് കടൽ കയറി നശിച്ചു അങ്ങനെ പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. തൊഴിലിന് പോകാൻ പോലും പറ്റുന്നില്ല. ആർക്കും പോകാൻ പറ്റണില്ല. ഒരു വർഷത്തിൽ 4 മാസം പോകാൻ പറ്റണ്ട. അതും പോകാൻ പറ്റൂലൊന്നും ആൾക്കാർക്ക്. അത്രയും ബുദ്ധിമുട്ടാണ്. 4 മാസം കിട്ടിയാ കിട്ടി. അതായത് വിദ്യാഭ്യാസം പോലും നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യ എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് കൈത്തൊഴിലുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതറിയാനുള്ള സാഹചര്യം പോലും സത്യത്തിലില്ല. ഇവിടുത്തെ എൽ പി സ്കൂളും UP സ്കൂള് ഹൈസ്കൂളും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചെടുക്കുന്ന അവസ്ഥയാണ്. അതായത് വർഷത്തിൽ 4 മാസം മാത്രമാണ് നിങ്ങൾക്ക് സ്കൂളിൽ വരെ എല്ലാവരുടെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്കൂളിന്റെ മുക്കിന്റെ പകുതി വെള്ളമാണ്. എല്ലാവർക്കും പോലും പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്കൂളൊക്കെ എല്ലാം അവധിയാണ്. മനസ്സിലാവും. ചെയ്യണോന്ന് അറിയാൻ പോലെ. അതായത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരൊന്നും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവര് പ്രശ്നങ്ങളെല്ലാം നിൽക്കാൻ എല്ലാവരും നാട്ടിലെല്ലാവരും ഹാപ്പിയാവും. ഇവിടെ ആരും തിരിഞ്ഞു നോക്കണം. സത്യത്തില് ഒരൊറ്റ കാര്യമുള്ളൂ, ഇവരുടെ ഗവൺമെന്റിനെ ശക്തമാക്കണം എന്നുണ്ടെങ്കിലും സത്യത്തില് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രോപ്പറായിട്ട് അതോറിറ്റീസ് സക്സസ് ആക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഗവൺമെന്റിനാണ്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുമ്പോൾ അല്ലേ, ആ മെച്ചപ്പെടുമ്പോഴുള്ള ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിലിന് പോകണം. ആ തൊഴിലിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വികസനങ്ങൾ ഉണ്ടാവണം. ഇതേപോലെ ഈ ഇതുപോലെ പൊളിഞ്ഞു കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതമാർഗം മുട്ടാണ്. ഇവരുടെ ജീവിതത്തിൽ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസ് ഇപ്പോൾ ഈ പബ്ലിക് സർവീസ് തൊട്ടിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റീസ് ഓരോ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻ പ്രോപ്പറായിട്ട് അവർ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. മാസം ഇവർക്ക് സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി എങ്ങനെയാണ് കിട്ടുന്നത്? തൊഴിൽ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ്. എന്തെങ്കിലും തൊഴിൽ ചെയ്യണ്ട. ആ തൊഴിലെന്ന് പറയുന്നത് ഈ കാണാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ലാതെ പണിതിട്ടുള്ള സംഭവമാണ്. കല്ലില്ലാതെ ചാക്ക് വെച്ചിട്ടാണ് പണിതിട്ടുള്ളത്. ഇതൊക്കെ ലക്ഷങ്ങളാണ് ഇതിനുള്ള ഫണ്ട് വന്നിട്ടുള്ളത്. 200 കോടി അല്ലേ? 200 കോടി രൂപ കിട്ടിയിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഗവൺമെന്റിനെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മള് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല. എല്ലാ പാർട്ടിയും ഏത് പാർട്ടി വന്നാലും ഇവരൊക്കെ കോർപ്പറേറ്റ് കമ്പനികളായിട്ട് മാറി എന്നുള്ളതാണ് ജനജീവിതം ബുദ്ധിമുട്ടാവുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴും കടൽ കയറുമ്പോൾ ആൾക്കാരെല്ലാം പറയും ചെല്ലാനത്താണ്. പക്ഷെ ശരിക്കും പ്രശ്നം ചെല്ലാനത്തല്ല. ചെല്ലാനത്തെ പ്രശ്നമൊക്കെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കണ്ണമാലിയിലാണ് പ്രശ്നം. എന്നിട്ടും ആൾക്കാർ ചെല്ലാനോ എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. കണ്ണമാലിലാണ് എല്ലാ പ്രശ്നവും.